ഹായ് ഹലോ എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് കളറുകളായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കളറുകളാണ് ഇത്. നമുക്ക് സോപ്പ് ഉണ്ടാക്കാം, ഷാമ്പൂ, ഫേസ് വാഷ്, അതുപോലെ തന്നെ ജെല്ലുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ കളറുകളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് ഇത് റെഡാണ് വരുന്നത്. ഇത് 20 ml ബോട്ടിലാണ് കേട്ടോ വരുന്നത്. 20 ml ആണ് ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. റെഡ് കളറാണിത്. ഇതാണ് കേട്ടോ അതിൻ്റെ കളർ വരുന്നത്. ഇതിലിപ്പോൾ ഏകദേശം ഒരു മെറൂൺ കളർ മാതിരിയാണ് തോന്നുന്നത്. ഇതിൻ്റെ സോപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ എങ്ങനെ കിട്ടണമെന്നുള്ളത് ഞാനിതിൽ ഫോട്ടോ ആഡ് ചെയ്തേക്കാവേ. ഇത് നമ്മൾ റെഡ് കളർ ആഡ് ചെയ്തിട്ട് ചെമ്പരത്തിയുടെ സോപ്പ് ചെയ്തതായിരുന്നു. അപ്പോൾ നമ്മൾ കളർ ആഡ് ചെയ്യണ അനുസരിച്ച് നമ്മുടെ സോപ്പിലും വ്യത്യാസം വരും കേട്ടോ, കളർ എങ്ങനെ കിട്ടണമെന്നുള്ളത്. അടുത്ത കളർ എന്ന് പറയുന്നത് ഇത് സ്കൈ ബ്ലൂ കളറാണ് വരുന്നത്. ഇതും 20 ml ആണ് കേട്ടോ. ഈ ഇരിക്കുന്നതെല്ലാം 20 ml ബോട്ടിലാണ് വരുന്നത്. ഇതിൻ്റെ കളറ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കളറിലാണ് കേട്ടോ വരുന്നത്, സ്കൈ ബ്ലൂ. നമുക്കിപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ സോപ്പ് എക്സ്ട്രാക്റ്റ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കളർ ആഡ് ചെയ്താൽ മതിയാകും. ഷാമ്പൂ ഒക്കെ എക്സ്ട്രാക്റ്റ് വെച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ഈ ഒരു കളർ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത കളറ് ഗ്രീനാണ് വരുന്നത്. നമുക്കിപ്പോൾ നീമിൻ്റെ ഫേസ് വാഷ് അല്ലെങ്കിൽ അലോവേരയുടെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ യൂസ് ആക്കാം. അലോവേരയുടെ ഫേസ് വാഷ്, അലോവേരയുടെ ജെല്ല്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഗ്രീൻ കളർ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കളർ വരുന്നത് ഇതായിരിക്കും കേട്ടോ, ആ ഒരു ഗ്രീൻ കളർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോഴും നേരിട്ട് കാണുമ്പോഴും ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഇതിനേക്കാളും കുറച്ചും കൂടെ കളറുണ്ട് കേട്ടോ. ഇതിപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ലൈറ്റ് ഗ്രീൻ മാതിരിയാണ് തോന്നുന്നത്. ഇതിനേക്കാളും കുറച്ചും കൂടെ കളർ വരുന്നുണ്ട്. അടുത്തത് വരുന്നത് ചോക്കോ ബ്രൗൺ കളറാണ്. അതായത് നമ്മൾ പിയേഴ്സിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കളറാണ് കേട്ടോ യൂസ് ആക്കുന്നത്. പിയേഴ്സിൻ്റെ സോപ്പ്, അതുപോലെ തന്നെ ഷിക്കാക്കായുടെ ഷാമ്പൂ, ഇതിലൊക്കെ നമുക്ക് ഈ ഒരു കളറ് യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കളർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഷെയ്ഡായിരിക്കും കേട്ടോ വരുന്നത്. ഇതാണ് കളർ വരുന്നത്, ഈ ഒരു ഷെയ്ഡ്. അടുത്ത കളർ വരുന്നത് ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് കളറാണ് വരുന്നത്. ക്യാരറ്റിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആ ഒരു ക്യാരറ്റിൻ്റെ ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ യെല്ലോ കളറിലായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇനി കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പപ്പായയുടെ സോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ ആഡ് ചെയ്യാവുന്നതാണ്. പപ്പായയുടെ ഫേസ് വാഷ്, അതിലൊക്കെ നമുക്ക് ഈ ഒരു ഓറഞ്ച് കളർ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കളർ വരുന്നത് ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ. ഇതാണ് ഓറഞ്ച് കളർ എന്ന് പറയുന്നത്. ഇത്രയും കൂടെ കളർ ഉണ്ട് കേട്ടോ. ഈ ഒരു ഷെയ്ഡിലായിരിക്കും വരുന്നത്. അടുത്തത് വരുന്നത് പിങ്ക് കളറാണ്. അതായത് മജന്ത കളർ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പ് കളറാണ് കേട്ടോ ഇത് നമുക്ക് ഗ്ലിസറിൻ്റെ ബേസിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കളർ എന്ന് പറയുന്നത് നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആ ഒരു പുറന്തോടിൻ്റെ കളർ ഉണ്ടല്ലോ, അതേപോലത്തെ കളറിലായിരിക്കും വരുന്നത്. നമ്മൾ ഈ കളർ വെച്ച് സോപ്പ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഗോഡ് മിൽക്ക്, ഷിയ ബട്ടർ, അങ്ങനത്തെ ബേസൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ പിങ്ക് കളറായിരിക്കും കേട്ടോ നമ്മുടെ സോപ്പിന് വരുന്നത്. ഇതിൻ്റെ കളറ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. അടുത്ത കളർ എന്ന് പറയുന്നത് ലാവണ്ടർ ആണ് കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ മുന്തിരി സോപ്പ് ഉണ്ടല്ലോ, ആ ഒരു മുന്തിരി സോപ്പിനൊക്കെ നമുക്ക് ഈ ഒരു കളർ യൂസ് ചെയ്യാവുന്നതാണ്. കറക്റ്റ് ആ ഒരു മുന്തിരിയുടെ കളർ തന്നെ കിട്ടും. ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ വരുന്നത്. കറക്റ്റ് നമുക്ക് ആ ഒരു മുന്തിരിയുടെ കളർ കിട്ടും സോപ്പ് ബേസിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ. അടുത്തത് യെല്ലോ കളറാണ് വരുന്നത്. യെല്ലോ കളറ് ഈ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഒരു 8 കളറുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് വരുന്നത്. കുറച്ച് കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട് നമ്മളിങ്ങനെ ഈ സോപ്പ്, ഷാമ്പൂ, ഫേസ് വാഷ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഫുഡ് കളറൊക്കെ ആഡ് ചെയ്യാമോ എന്നുള്ളത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കളറുകളൊക്കെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും കളറുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കളറുകൾ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 ml ആണ് വരുന്നത്. ഇതുണ്ട്, ഇത്രയും കളറുകളാണ് കേട്ടോ ഉള്ളത്. ഈ ഒരു കളറിലായിരിക്കും വരുന്നത്. ഗ്രീൻ, ചോക്കോ ബ്രൗൺ, ഓറഞ്ച്, റെഡ്, യെല്ലോ, പിങ്ക് അല്ലെങ്കിൽ മജന്ത, പിന്നെ ബ്ലൂ, ലാവണ്ടർ കളർ. ഇത്രയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളറുകൾ. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കളറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. നമ്മൾ പോസ്റ്റ് വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ DTDC വഴിയും അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ ആഡ് ആക്കേണ്ടത്. ഇപ്പോൾ ഏകദേശം ഒരു 500 ഗ്രാം ബേസൊക്കെയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 3-4 ഡ്രോപ്സ് ആഡ് ചെയ്ത് നോക്കുക. മിക്സ് ആക്കിയതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ.